ഈ അൽഫാമും മന്തിയും ബിരിയാണിയും ഒക്കെ കഴിച്ചാൽ തടി കൂടും, അസുഖം വരുമെന്നൊക്കെ കേൾക്കുന്നവരല്ലേ നമ്മൾ. ഈ ചിക്കൻ കഴിച്ചാൽ ഇനി അതൊന്നും കേൾക്കേണ്ടി വരില്ലെന്നാണ് കാസർഗോഡ് എത്തിയവർ പറയുന്നത്. അതിന് ഏതെങ്കിലും ചിക്കൻ കഴിച്ചാൽ പോരാ, ഹെർബൽ ചിക്കൻ തന്നെ കഴിക്കണം. ഔഷധക്കൂട്ടുകളൊക്കെ ഇട്ട് കളിമണ്ണിൽ പൊള്ളിച്ചെടുക്കുന്ന ചിക്കൻ. ഇവിടെ കളിമൺ പാത്രത്തിൽ കിട്ടുന്ന നാരങ്ങാ വെള്ളത്തിന് പോലുമുണ്ട് പ്രത്യേക രുചി. ആ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ചിക്കനും മീനും ഇല്ലാതെ ഭക്ഷണം ഇറങ്ങാത്ത ആളുകളല്ലേ നമ്മളിൽ പലരും. ഇങ്ങനെ ചിക്കനൊക്കെ വാരി വലിച്ച് കഴിച്ച് വയറൊക്കെ ചാടി കൊളസ്ട്രോളും ഫാറ്റി ലിവറൊക്കെ വന്ന ആളുകളാണ് നമ്മൾ ഈ ഭൂരിഭാഗവും. പക്ഷേ എത്ര ചിക്കൻ കഴിച്ചാലും ഒരസുഖവും വരില്ല എന്ന് അവകാശപ്പെടുന്ന ഒരു കടയുണ്ട് കാസർഗോഡ് അണങ്കൂരിലുള്ള ഹെർബൽ ചിക്കൻ സെൻറ്റർ. അത് പ്രത്യേക ഔഷധക്കൂട്ടിലൊക്കെ തയ്യാറാക്കുന്ന ആ ചിക്കൻ കളിമണ്ണിൽ പൊതിഞ്ഞാണ് അവർ വേവിക്കുന്നത്. ഒരുപാട് മണിക്കൂറുകൾ സമയമെടുത്തിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ഈ ചിക്കൻ കഴിക്കാൻ മമ്മൂട്ടി ഉൾപ്പെടെയുള്ളവർ കടയിലെത്തിയെന്നാണ് പറയപ്പെടുന്നത്. മമ്മൂട്ടി ആ കടയിൽ നിന്ന് പാഴ്സലായി ചിക്കൻ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുപോയി എന്നും പറയുന്നുണ്ട്. നമുക്ക് ആ സ്ഥലത്തൊന്ന് പോയി ആ ഭക്ഷണം കണ്ടാലോ? നമ്മളങ്ങനെ ഹെർബൽ ചിക്കൻ്റെ അടുക്കളയിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരുപാട് സമയം എടുക്കുന്ന ഒരു പ്രവൃത്തിയാട്ടോ. 5 മണിക്കൂർ വേണം ഒരു ഫുൾ ചിക്കൻ അത് തയ്യാറായി വരണമെങ്കിൽ. ആദ്യം അവർ ഉപ്പുവെള്ളത്തിലിടും, അതിനൊപ്പം മസാല പുരട്ടിയതിന് ശേഷം 1 മണിക്കൂർ സമയം വയ്ക്കും. അതിനുശേഷമാണ് കളിമണ്ണ് പൊതിയലും അടുപ്പിൽ വെക്കുന്നതൊക്കെ. അതിൻ്റെ കാര്യങ്ങൾ അവർ തന്നെ പറയും. ഹെർബൽ ചിക്കന് മറ്റുള്ള ചിക്കനിനേക്കാളും വ്യത്യസ്തമാണ്. രാസപദാർത്ഥങ്ങളുണ്ട്, എണ്ണ, നെയ്യ്, കളർ രാസപദാർത്ഥങ്ങളൊന്നും ഇല്ലാത്ത ചിക്കനാണ് ഇത്. ആയുർവേദിക്കിൻ്റെ പഴയ കാലത്തുള്ള ഒരു രീതിയാണ്. പക്ഷേ ഇങ്ങനെ ഒന്നല്ല. ആദ്യമായിട്ട് നമ്മളിങ്ങനെ ചിക്കൻ കൊടുന്ന് ഒന്ന് 2 മണിക്കൂർ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വെക്കും. അത് കഴിഞ്ഞ് മസാലയിൽ ചേർത്ത് 2 മണിക്കൂർ വെക്കും. അതിനെ വാഴയിലയിൽ കെട്ടി പിന്നെയാണ് മണ്ണ് വെക്കൽ. മണ്ണ് വെച്ചിട്ട് അടുപ്പിൽ 1-2 മണിക്കൂർ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. ഇത് ഏകദേശം 1 മണിക്കൂറിന് ശേഷം ആ ചിക്കൻ മറച്ചിടുന്ന ഒരു പ്രവൃത്തിയാണ്. അതിനുശേഷം വീണ്ടും അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് പുറത്തേക്കെടുത്ത ഭക്ഷണം കഴിക്കാൻ പറ്റുക. നമുക്ക് അതിൻ്റെ വിവരങ്ങളൊക്കെ തന്നെ അവർ പറഞ്ഞു തരും. ഇത് മസാലയിട്ട് പൊതിഞ്ഞിട്ട് കളിമണ്ണ് വെച്ച ചിക്കന് 1 മണിക്കൂർ ശേഷം തിരിച്ചിട്ടുള്ളതാണ്. 1 മണിക്കൂർ വേറൊരു പൊസിഷനിലാണുള്ളത്. അത് 1.5 മണിക്കൂറാണ് ടോട്ടൽ കുക്കിംഗ് ടൈം. 1.5 മണിക്കൂർ ശേഷം തിരിച്ച് എടുക്കും റെഡിയായത്. പിന്നെ പാർസൽ മണ്ണോടെയാണ് കൊടുക്കൽ. ഒരു 8 മണിക്കൂറോളം ചൂടുണ്ടാവും. 4 മണിക്കൂർ കേടാവില്ല. ഗൾഫിലേക്കെല്ലാം കൊണ്ടുപോയി അവിടെ എത്തിയിട്ട് ചൂടുണ്ടാകുന്നത്. കർണാടക, അങ്ങനെ ബാംഗ്ലൂർ, മൈസൂർ, അങ്ങനെ എല്ലാം കൊണ്ടുപോക്കുന്നുണ്ട് ഇവിടുന്ന്. പിന്നെ സെലിബ്രിറ്റിയെല്ലാം പറ്റുന്നുണ്ട്. മമ്മൂട്ടിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്, കഴിക്കാനായിട്ടും പാർസലായിട്ടും കൊണ്ടുപോയിട്ടുണ്ട്. ഷൂട്ടിങ് ആരൊക്കെ കാസർഗോഡ് വരുന്നുണ്ട് അവരൊക്കെ ഇവിടെ വന്നിട്ട് ഇത് കഴിച്ചിട്ടേ പോകാറുള്ളൂ. നമുക്കധികവും പാർസലാണ് ഓർഡർ. ഡെയിലി എങ്ങനെ പോയാലും ഒരു 10-50 ചിക്കൻ്റെ അടുത്ത് പോകും. കഴിക്കുന്നതിനേക്കാളും കൂടുതൽ പുറത്തേക്കാണ്, മാംഗ്ലൂർ അങ്ങോട്ടേക്കാണ് പാർസൽ കൂടുതൽ. ബസ് കയറ്റി വിടും അങ്ങോട്ടേക്കെല്ലാം. കണ്ണൂർക്കൊക്കെ ബസ് കയറ്റിയിട്ടാണ് വിടും. അങ്ങനെ നമ്മൾ ഇത്രയും നേരം കൊതിയോടെ കാത്തിരുന്ന ഹെർബൽ ചിക്കൻ നമുക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. മനോഹരമായി അലങ്കരിച്ചിട്ടുണ്ട്. ഒപ്പം മൺപാത്രത്തിലാണ് ഈ വിഭവങ്ങളൊക്കെ, ലൈം ഉൾപ്പെടെ മൺപാത്രത്തിലാണ് ലഭിക്കുക എന്നുള്ളതാണ്. എന്തായാലും കാസർഗോഡ് ജില്ലയിലെ അടുത്ത വിഭവമായി വീണ്ടും കാണാം. രജീഷ് കരിവള്ളൂരിനൊപ്പം അരുൺ പാറക്കൽ, 24. അപ്പോൾ അരുൺ പാറക്കലും രതീഷും ഹെർബൽ ചിക്കൻ കഴിക്കുക. പക്ഷേ നിയമപരമായ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് പോലെ നമുക്കൊരു കാര്യം പറയാനുണ്ട്. ഈ പറയുന്ന ചിക്കൻ കഴിച്ചു കഴിഞ്ഞാൽ ഒരു അസുഖവും വരില്ല എന്നൊക്കെ പറയുന്നത് ആ നാട്ടുകാരുടെയൊക്കെ ഒരു വിവക്ഷയാണ്. ഇത് നമ്മൾ പറയുന്ന കാര്യമല്ല, അതുകൊണ്ടൊന്ന് ഓർക്കണം കേട്ടോ. പക്ഷെ നല്ല രുചിയുണ്ടെന്ന് തോന്നുന്നു അല്ലേ? കളിമണ്ണിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാകുമ്പോൾ അത് അവർ കുറെ കഴിച്ചിട്ടും ഉണ്ടാവും. അതാ എൻ്റെ ഒരു സങ്കടം.